ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിന്ന് പാണ്ടിക്കാട് റോഡിന് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മാലാക്കുളം അല്ലേ? മാലാംകുളം. അപ്പോൾ ഞാൻ ഈ റൂട്ടിന് ഇങ്ങനെ എൻ്റെ ബിസിനസ് പരമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ഈ പള്ളിക്കെന്നാണ് നമസ്കരിക്കാറ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ഇത് പ്രദേശവാസികൾ നിർമ്മിച്ച ഒരു പള്ളിയാണ്. യാത്രക്കാർക്ക് വളരെ സൗകര്യമുള്ള ഒരു പള്ളിയാണ്. വണ്ടികളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്യുക. ഇത് നമ്മുടെ അജിക്ക മഞ്ചേരിയുള്ള നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു ബന്ധമുള്ള സുഹൃത്താണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളതേ, ഈ പള്ളിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഇറാനിയൻ തുർക്കി മോഡൽ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ പള്ളിയുടെ വിശേഷങ്ങൾ വേറെ ഉണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഈ പള്ളിയിൽ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർ കയറുന്ന പള്ളി ആയതുകൊണ്ട് കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കുക, അതൊന്ന് ഷെയർ ചെയ്യുക, അതിന്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിക്കുക അല്ലേ? അതല്ലേ ഒരു വക്തിന്റെ സമയത്തോടെ വന്നാൽ ഉസ്താദ് ഉണ്ടാവും, പറഞ്ഞാൽ എടുത്തു കൊടുക്കും. അപ്പോൾ ആ സാധനം എന്താണെന്ന് കാണിച്ചാൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ശരി. അപ്പൊ ഞാനാ പറഞ്ഞ സാധനേ ഇതാ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതാ. ഇത് പൂട്ടിയിട്ടില്ല ഉണ്ടാവില്ല അല്ലേ? ഇതിപ്പോ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഒരുപാട് വിലപിടിപ്പുള്ള വാച്ചുകൾ. ഇതൊക്കെ ആളുകൾ മറന്നു വെച്ച് പോയ സാധനങ്ങളാട്ടോ. അപ്പൊ ഇതൊക്കെ ആളുകൾ മറന്നു വെച്ചിട്ട് ഇവിടെ നമസ്കരിക്കാൻ കയറുമ്പോൾ അങ്ങനെ മറന്നു വെച്ച് പോയ സാധനങ്ങൾ. അപ്പൊ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് എത്താൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ വന്നിട്ട് ഇവിടുത്തെ ഉസ്താദിനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഒക്കെ ഇവിടുത്തെ കമ്പനിയൊക്കെ ബന്ധപ്പെടുമ്പോൾ അതെ യഥാർത്ഥ അവകാശികൾക്ക്. ഇതിപ്പോൾ എത്ര വർഷമായിരുന്നു ഇങ്ങനെ? ഇതിപ്പോൾ ഇങ്ങനെ ഈ വാച്ചുകൾ കുറയോ? ഇല്ല, 2 വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ട്. അതിന് അടുത്ത ആൾ വരും, കൊണ്ടുപോകും. അങ്ങനെയാണുള്ളത്. പിന്നെ ആളുകൾ മറന്നു വെക്കും. വീട്ടിൽ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് അന്ന് ചിന്തിച്ചപ്പോൾ ഇതെന്തോ ഒരു ഡിസ്പ്ലേ ചെയ്തിരുന്നു. പള്ളിയിൽ നമ്മൾ സാധാരണ നമ്മൾ കിതാബുകളും പിന്നെ ഖുർആനുകളും മറ്റേ ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരു ഇങ്ങനെ വാച്ചുകൾ ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മളൊരു പള്ളിയിൽ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ കൗതുകത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു. ഇതാ ഇപ്പൊ ഇവിടെ ചാവി മറന്നു വെച്ച് വയ്ക്കുന്നു. അപ്പോൾ ഇതിൽ വാച്ച് ഉണ്ട്, അതുപോലെ മൂതിരുണ്ട്. അത്യാവശ്യം ഇതാ ഐഫോണിന്റെ വാച്ചൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കൽ സാധനങ്ങളൊന്നുമല്ല, അങ്ങനെ പൈസയുണ്ട് അല്ലേ? കുറച്ച് പൈസ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ അവകാശികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇതിന്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു. മഞ്ചേരി ടൗണിൽ നിന്ന് പാണ്ടിക്കാട് പോണ റോഡ് അതിൽ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ മഞ്ചേരി മാലാംകുളം അല്ലേ? ആ റോഡ് തന്നെ കാണാം. തന്നെയാണ്. പിന്നെ സ്ത്രീകൾക്കും ഒക്കെ വിശാലമായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് വിശാലമാണ് ടൗൺ കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാർക്കിങ്ങോട്. അപ്പോൾ ഈ പള്ളിയുടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു വേറെ വിശേഷം കാണിക്കേണ്ടതല്ലേ, ഇതിൻ്റെ മനോഹാരിത അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് വളരെ കിഡിലായിട്ട് നമ്മൾ അടുത്തൊന്നും ഇങ്ങനെ പള്ളി കണ്ടില്ല. ഇനി ഇങ്ങനത്തെ പള്ളികളൊക്കെ വരികയായിരിക്കും. ഭയങ്കര തുർക്കി ഇറാനിയൻ ടച്ച് ആയിട്ടുള്ള ടൈലുകളും മുസൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലേ? 2 സെന്റ് സ്ഥലത്താണ് 2 ഫ്ലോറിൽ ഭംഗിയായിട്ട്. അതേ പറ്റും. എത്ര ആൾക്ക് സ്ത്രീകളൊക്കെ ഒരു 120 ആൾക്കാർ. ഇതിപ്പോ ഇത് ഇതിനായിട്ടുണ്ടാക്കിയത് അത് സാധാരണ പള്ളിയിൽ മറന്നു വെക്കുമ്പോൾ ഇത് എടുത്തിട്ട് അത് പള്ളിന്റെ ഏതെങ്കിലും ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെക്കും. കിട്ടൂല. അതങ്ങനെ ഒരു ഭാഗത്ത് കിടക്കും. അങ്ങനെ അപ്പൊ ഇത് ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാച്ചാണല്ലോ ഓർമ്മയിൽ. പിന്നീട് പള്ളിയിൽ കയറുമ്പോൾ ആളുകൾക്ക് കാണാനും അതുപോലെ മനസ്സിലാക്കാനും അത് പ്രകാരം ഈ ചാവി ഉസ്താദിനായിട്ട് വാങ്ങിയിട്ട് പിന്നെ അത് ഉടമക്ക് കിട്ടുകയും ചെയ്യും. ഇത് നല്ലൊരു ആശയമാണ്. കറക്റ്റായിട്ട് ഉസ്താദിനൊന്ന് വാങ്ങണം. പിന്നെ വക്തിന്റെ സമയത്ത് തന്നെ വരണം. ഉസ്താദ് ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ ഉസ്താദ് ചോദിച്ചിട്ട് എടുത്തു. ബുദ്ധിമുട്ടാക്കുന്നതല്ലേ? കാരണം പള്ളിയിൽ സാധനം ആരും അതൊന്നും അങ്ങനെ അല്ലാത്തൊരു സാധനം നമ്മൾ പള്ളിയുടെ ഉള്ളിൽ എന്തായാലും വാങ്ങാൻ ആരും ശ്രമിക്കൂല. അപ്പൊ ഇത് നല്ലൊരു ആശയട്ടോ. നമ്മുടെ നാട്ടിലെ എല്ലാ പള്ളികൾക്കും അനുകരിക്കാൻ പറ്റിയ സംഭവം. ഇതുപോലെ കണ്ണാട, വാച്ച്, ചാവി, അങ്ങനെ എല്ലാ സാധനങ്ങളും മറന്നു വെച്ചാൽ ഇത് ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ രൂപത്തിൽ വെച്ചാലേ ആളുകൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പള്ളികൾക്ക് വരുമ്പോൾ ആ സാധനം എൻ്റെ വാച്ചാണല്ലോ, മറന്നു പോയതാണല്ലോ, അവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഉസ്താദിനെ ബന്ധപ്പെട്ടാവുന്ന വാങ്ങാന്നുള്ള ഒരു ഓർമ്മപ്പെടുത്താനും ഇത് യഥാർത്ഥ അവകാശിക്ക് സാധനം നഷ്ടപ്പെട്ട് കിട്ടാനും ഇത് വളരെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഈ പള്ളിയുടെ ഉള്ളൊന്ന് കാണിച്ചു കൊടുക്കാം. കാരണം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പള്ളിയാന്ന് തോന്നൂല, കൊട്ടാരത്തിന്റെ രൂപത്തിൽ സമാനമായിട്ടുള്ള രൂപത്തിലാണ്. അപ്പോൾ അത് കാണിച്ചു കൂടെ?